അതൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ, പ്രത്യേകിച്ച് ഈ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു തരം മന്ത്രവാദമാണ് ഈ സേറ്റൻ വർഷിപ്പ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇയാൾ കൊച്ചിയിലെ ഈ സിനിമ പഠിക്കാൻ പോയപ്പോൾ ഈ സേറ്റൻ വർഷിപ്പുകാരുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധ്യതയുണ്ട്. സൈക്കോപാത്തിക് എലിമെൻ്റ് ഉള്ളവർക്ക് വളരെ ലോജിക്കലായിട്ട് സംസാരിക്കാൻ കഴിയും, പെട്ടെന്ന് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഒരു പടം ഇയാൾ വരച്ചതും പിന്നെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കണ്ടിട്ട് സേറ്റൻ വർഷിപ്പിൻ്റെ എന്തോ ഒരു ഛായ പോലെ തോന്നി. മൊത്തം ഇയാളുടെ മനസ്സിൻ്റെ താളം തെറ്റി, എല്ലാവരോടും ദേഷ്യമായി. സേറ്റൻ വർഷിപ്പിൽ എന്ത് ദുഷ്കർമ്മം ചെയ്താലും അതൊക്കെ സേറ്റന് പ്രീതികരമാണ്, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്നൊരു ഐഡിയയും ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം ഇയാൾ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തത്. കിളിയൂർ ജോസിൻ്റെ കൊലപാതകത്തിൽ ഏറെ ദുരൂഹതകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അന്വേഷണ സംഘം ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുന്നോട്ട് പോയിരിക്കുകയാണ്. കേസിൽ കുറച്ചുകൂടി വിശദമായിട്ടുള്ള തെളിവെടുപ്പിന് ഭാഗമായിട്ടാണ് കേസിൻ്റെ ഭാഗമായി ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോയിരിക്കുന്നത്. പ്രധാനമായും ഈ കേസിൽ ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം ബ്ലാക്ക് മാജിക്കിൻ്റെ സാധ്യതകളാണ്. ഇന്ന് നമുക്കൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാനായിട്ട് നമുക്കൊപ്പമുള്ളത് പ്രശസ്ത പാരോസൈക്കോളജിസ്റ്റ് പ്രൊഫസർ വി ജോർജ് മാത്യു സാറാണ്. സാർ സ്വാഗതം. സാർ, ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? തീർച്ചയായിട്ടും. പ്രാഥമികമായിട്ട് സാറിന് എന്താണ് തോന്നിയത്? ഈ അടുത്ത കാലത്ത് ഈ നന്തൻകോട് ഈ കേടലെന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയും അടുത്ത ബന്ധുക്കളെയൊക്കെ കൊന്നതായിട്ടൊരു കേസ് ഓർമ്മ കാണുമല്ലോ. അതെ, അതിനോട് വളരെ സാദൃശ്യമുള്ള ഒരു കേസാണ് ഇതും. അതായത് ഈ കേടലിനെ എൻജിനീയറാക്കാനായിട്ട് വീട്ടുകാർ ശ്രമിച്ചു, അത് നടന്നില്ല. അയാളെ വിദേശ രാജ്യത്ത് അയച്ച് എന്തോ ഒക്കെ പഠിപ്പിച്ചു, അതും സക്സസ് ആയില്ല. ഇയാൾ ഡ്രഗ് അഡിക്റ്റായിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അച്ഛനമ്മമാരും ഇയാളും തമ്മിലുള്ള ബന്ധം വഷളായി. അങ്ങനെ അച്ഛനമ്മമാരെ ഇയാൾക്ക് കൊല്ലണം. അതിന് ഒരു ന്യായീകരണമായിട്ട് ഇയാൾ ആസ്ട്രൽ പ്രൊജക്ഷൻ കണ്ടെത്തി. അച്ഛനമ്മമാരെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്ത് വിടുകയാണ്, കൊല്ലുകയല്ല എന്നുള്ള ഒരു ന്യായീകരണം. യഥാർത്ഥത്തിൽ അവരോടുള്ള ദേഷ്യം കൊണ്ടാണ് അവരെ കൊന്നത്. അതിനൊരു ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി ആസ്ട്രൽ പ്രൊജക്ഷൻ ഉപയോഗിച്ചതെന്നേ ഉള്ളൂ. അതുപോലെയാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. ഇതിലെ പ്രധാനമായി സാർ, ഈ ചൈനയിൽ 2014 പഠിക്കാൻ പോകുന്നത്. കോവിഡ് കാലമായപ്പോൾ ഇയാൾ മടങ്ങി വരുന്നുണ്ട് നാട്ടിലോട്ട്. ഈ ഏജൻസി വഴിയാണ് പോയത്, കൊച്ചിയിലെ ഒരു ഏജൻസി വഴിയാണ് പഠിക്കാൻ പോയത്. അവസാന വർഷത്തെ പരീക്ഷാ ഫീസ് അടച്ചത് അച്ഛനാണ്. ആ ഫീസ് അടച്ചത് ഈ ഏജൻസി കോളേജിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ പഠനത്തിൻ്റെ അവസാന പരീക്ഷ എഴുതാൻ കഴിയാതെയാണ് ഒരു നിരാശയുണ്ടായിരുന്നു. അങ്ങനെയാണ് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെയാണ് മടങ്ങി വരുന്നത്. ഇതുവരെ ഇദ്ദേഹം ഒരു എക്സ്ട്രോവേർട്ട് ക്യാരക്ടറായിരുന്നു. നാട്ടിലെ എല്ലാവരോടും, എല്ലാ പ്രായത്തിലുള്ള മനുഷ്യന്മാരോടും സംസാരിച്ചിരുന്നു. അതിൽ പ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ കൊച്ചിയിലേക്ക് പിന്നെ സിനിമാ മോഹവുമായിട്ട് അത് വീട്ടുകാരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നു. 1.5 ലക്ഷം രൂപ അവർ കൊടുത്ത് അവിടെ പോയി പഠിക്കുന്നു. 3 മാസത്തെ പഠനത്തിന് ശേഷം തിരിച്ചെത്തിയ ഈ പ്രതി എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ പ്രജിൻ, ശരിക്കും അയാളിൽ വളരെയധികം വ്യത്യാസം വീട്ടുകാർ കണ്ടു. ഈ ചൈനയിലുള്ള പഠിത്തം വെറുതെ ആയി. അപ്പം തന്നെ ഇയാൾക്ക് താളം തെറ്റി മനസ്സിൻ്റെ. പിന്നെ ഒരുപക്ഷെ ഈ ചൈനയിൽ വെച്ച് തന്നെ എന്തെങ്കിലും ഡ്രഗ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതാണ് ശരിക്കും കഴിഞ്ഞ ദിവസം അറിഞ്ഞത്. അവിടെ പോയിട്ട് സകല ഡ്രഗ്സും ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇയാളുടെ വീട്ടിൽ പോയപ്പോൾ ആദ്യം കണ്ട ആ റൂമിൽ കണ്ടത് ഒരു സൂക്കേഴ്സ് നിറയെ ഇയാൾ കളക്ട് ചെയ്തിരിക്കുകയാണ് സിഗരറ്റ്. അതിൻ്റെ പാക്കറ്റുകളെല്ലാം അയാൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. വലിക്കുന്ന എല്ലാ സിഗരറ്റുകളും ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഈ അച്ഛനെ കൊല്ലുന്നതിനും 15 മിനിറ്റ് മുൻപ് അച്ഛൻ സോഫ സെറ്റിൽ കിടക്കുന്നു. അവിടെ വന്ന് ഒരുമിച്ചിരുന്ന ഒരു ഭക്ഷണം കഴിച്ചു 9 മണിക്ക്. അവിടെ വന്ന് അച്ഛനോട് 10 രൂപ ചോദിക്കുന്നു. 10 രൂപ വാങ്ങി പുറത്ത് പോയി ഒരു സിഗരറ്റ് വാങ്ങി വരുന്നു. ആ സിഗരറ്റ് വലിച്ച് മുകളത്തെ റൂമിൽ നിന്ന് വലിച്ച് തീർന്നിട്ടാണ് വന്ന് ഈ ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെ വെട്ടുന്നത്. അപ്പോൾ ആ ചൈനയിൽ നിന്ന് അത് കസിൻസും സുഹൃത്തുക്കളും വഴി നമ്മൾ അറിഞ്ഞതാണ്. അവിടെ പോയി എല്ലാ ലഹരിയും ഉപയോഗിച്ചിട്ടുണ്ട്. അത് എല്ലാം അറിയണമല്ലോ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. തന്നെയല്ല, മെഡിസിൻ പഠിക്കുന്നവർക്ക് പല ലഹരി സാധനങ്ങളും ഈ പെത്തിഡിൻ പോലെയുള്ളത് ഈസിലി അവൈലബിളാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. ഈ സിഗരറ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി കട്ടിയായിട്ടുള്ള മറ്റെന്തെങ്കിലും രാസവസ്തുക്കൾ ഇയാൾ ഉപയോഗിക്കുന്നുണ്ടാകും.
ഈ പല രാസവസ്തുക്കൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളുടെ മനസ്സിൻ്റെ താളം തെറ്റാൻ വളരെ എളുപ്പമാണ്. അപ്പം അതിനിടയ്ക്ക് ഇയാൾ പണ്ട് തൊട്ടേ സിനിമ ഭ്രമം ഉണ്ടായിരുന്നിരിക്കാം. അവിടെ പോയി കൊച്ചിയിൽ പോയി ആക്ടിങ് പഠിച്ച് അതുകൊണ്ടും പ്രയോജനമൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടെ ആയിരിക്കാം ഇയാൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ ഒരുപക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സേറ്റൻ വർഷിപ്പോ അതുപോലെ എന്തെങ്കിലും കൂടെ ഇൻവോൾവ് ആയി കാണും. കാരണം ഒരു പടം ഇയാൾ വരച്ചതും പിന്നെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കണ്ടിട്ട് സേറ്റൻ വർഷിപ്പിൻ്റെ എന്തോ ഒരു ഛായ പോലെ തോന്നുന്നു. അത് അമ്മ അങ്ങനെ ഒരു ഈ ആദ്യം പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന പാത്രത്തിലെ ക്രിസ്ത്യൻ പാട്ടുകളാണ് ഇട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ കൊച്ചിയിൽ പോയത് വന്നതിന് ശേഷം ഈ വർഷിപ്പ് തുടങ്ങിയപ്പോൾ ആ വർഷിപ്പിന്റെ മ്യൂസിക്കാണ് കേൾക്കുന്നത്. അത് ശരിക്കും സാധാരണ നോർമൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ കേട്ട് നിൽക്കാൻ പറ്റില്ല, ഇവർക്ക് രണ്ടുപേർക്കും കേൾക്കാൻ പറ്റില്ല. അപ്പം ഇത് ഓഫ് ചെയ്യാൻ പറയാറുണ്ട്. ഇപ്പോൾ സഹോദരിയും സഹോദരിയുടെ മകളൊക്കെ വരുമ്പോൾ പലപ്പോഴും ഓഫ് ചെയ്യാൻ പറയാറുണ്ട്. പക്ഷെ അത് അപ്പോൾ കൂടുതൽ കൂട്ടിയ മ്യൂസിക്. ഈ മെറ്റൽ എന്നൊക്കെ പറഞ്ഞ് ചില ടൈപ്പ് ഓഫ് മ്യൂസിക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം. അപ്പോൾ മൊത്തം ഇയാളുടെ മനസ്സിൻ്റെ താളം തെറ്റി എല്ലാവരോടും ദേഷ്യമായി. അങ്ങനെ പിന്നെ ഈ സേറ്റൻ വർഷിപ്പിൽ എന്ത് ദുഷ്കർമ്മം ചെയ്താലും അതൊക്കെ സേറ്റന് പ്രീതികരമാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്നൊരു ഐഡിയയും ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം ഇയാൾ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയാണ് അച്ഛനെ കൊന്നെന്ന് ഇയാൾ പറയുന്നു. എന്നിട്ട് ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ചെയ്യുകയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ സ്വാതന്ത്ര്യം കിട്ടുമെന്നാലും ഇയാൾ വിചാരിക്കില്ല. അപ്പോൾ മൊത്തം ഇയാളുടെ താളം തെറ്റി. അപ്പം എല്ലാവരോടും ദേഷ്യം, ആ അച്ഛനമ്മമാരോട് ദേഷ്യം. അതുകൊണ്ട് ഈ സേറ്റൻ വർഷിപ്പിലൂടെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ, സേറ്റൻ രക്ഷിച്ചോളൂ എന്ന് ഇയാൾ വിചാരിച്ചു കാണും. ഇതിൽ ഈ ബ്ലാക്ക് മാജിക്കും സാത്താൻ സേവയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരിക്കും? ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു വകതിരിവ് തന്നെയാണ് സേറ്റൻ വർഷിപ്പ്. അതേ ഇത് തന്നെയാണ്. അതെ. അതായത് ഈ മന്ത്രവാദം എന്ന് പറയുന്നതിന് പല രാജ്യങ്ങളിലും പല ഫോംസാണ് ഉള്ളത്. അതൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ, പ്രത്യേകിച്ച് ഈ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു തരം മന്ത്രവാദമാണ് ഈ സേറ്റൻ വർഷിപ്പ് എന്ന് പറയുന്നത്. ക്രിസ്തു മതത്തിൽ നന്മയുടെയും തിന്മയുടെയും രണ്ട് പ്രതീകങ്ങളാണ് ദൈവവും സേറ്റനും. അപ്പോൾ ദൈവത്തിനെ പ്രീതിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആത്യന്തികമായിട്ട് അതാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ സേറ്റൻ വർഷിപ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ സാധ്യത ഉണ്ടാകും. അതായത് നമ്മൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും സേറ്റൻ സാധിച്ചു തരും. പക്ഷേ ആത്യന്തികമായിട്ട് ഇത് കുഴപ്പത്തിൽ തന്നെയാണ്. അപ്പോൾ അവസാനം എന്തായാലും കുഴപ്പമില്ല, തൽക്കാലം നമുക്ക് സുഖം കിട്ടണം എന്നുള്ള ഒരു ചിന്തയിലാണ് ആളുകൾ സേറ്റൻ വർഷിപ്പിലേക്ക് തിരിയുന്നത്. ഈ സേറ്റൻ വർഷിപ്പിൽ ശരിക്കും ബലി കൊടുക്കലുണ്ടോ? അതായത് നമ്മൾ സാധാരണ തിന്മയെന്ന് പറയുന്ന എന്ത് കാര്യങ്ങൾ ചെയ്താലും സേറ്റൻ അത് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. പ്രീതി ഉണ്ടാവും. അതായത് നമ്മൾ നന്മയെന്ന് പറയുന്നതൊക്കെ സേറ്റന് ഇഷ്ടമില്ല. എന്ത് തരത്തിലുള്ള ദുഷ്കർമ്മം ചെയ്താലും, അതായത് മൊറാലിറ്റി എന്ന് നമ്മൾ പറയുന്ന അതിനെതിരായിട്ടുള്ള എല്ലാം സേറ്റന് ഇഷ്ടമാണെന്നുള്ളതാണ്. നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു തടി ഒരു വടിയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ശരിക്കും ഈ സേറ്റൻ വർഷിപ്പിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ആ വരച്ചിരിക്കുന്നതെല്ലാം അത്തരത്തിലുള്ള ആർട്ടുകളാണ്. അപ്പോൾ ശരിക്കും ഇത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? തീർച്ചയായിട്ടും കൊച്ചിയിലാണ് കൂടുതലെന്നാണ് കേൾക്കുന്നത്. ഒരുപക്ഷെ ഇയാൾ കൊച്ചിയിലെ ഈ സിനിമ പഠിക്കാൻ പോയപ്പോൾ ഈ സേറ്റൻ വർഷിപ്പുകാരുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഈ സേറ്റൻ വർഷിപ്പ് ഇതിനകത്തുണ്ടെങ്കിൽ അത് കൊച്ചിയിൽ നിന്ന് കിട്ടാനാണ് സാധ്യത കൂടുതൽ. ചൈനയിൽ അത് സേറ്റൻ വർഷിപ്പ് വരാൻ തീരെ സാധ്യതയില്ല. അത് കൊച്ചിയിൽ നിന്നാണ് സാധ്യത കൂടുതൽ. ഈ സേറ്റൻ വർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതിന് ശരിക്കും മനോരോഗവുമായിട്ട് ബന്ധമുണ്ടോ? അതായത് ഈ വ്യക്തിക്ക് ഒരു നോർമൽ മനുഷ്യൻ തന്നെയാണോ ഇയാൾ? ഡോക്ടർ പറഞ്ഞത് ഇയാൾക്ക് മാനസിക രോഗമില്ല എന്നുള്ളതാണ്. അതെ, ഈ സേറ്റൻ വർഷിപ്പുകാരൊക്കെ വളരെ ലോജിക്കലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റ് സംസാരിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നണമെന്നില്ല. അതൊരു സൈക്കോപാത്തിക് എലിമെൻ്റ് ഉള്ളവർക്ക് വളരെ ലോജിക്കലായിട്ട് സംസാരിക്കാൻ കഴിയും. പെട്ടെന്ന് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ എളുപ്പമല്ല. പിന്നെ ഈ വളരെ കഴിവുള്ളവർക്കാണ് പലപ്പോഴും ഈ സ്കിസോഫ്രീനിയയും സൈക്കോപാത്തിക്കും ഒക്കെ വരുന്നത്.
ഈ തീരെ കഴിവില്ലാത്തവർക്ക് ഹിസ്റ്റീരിയ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളെ വരുള്ളൂ. അപ്പം വളരെ കഴിവുള്ളവർക്ക് അവരുടെ കഴിവിനൊത്ത ലക്ഷ്യങ്ങൾ സാധിക്കാതെ വരുമ്പോഴാണ് കഠിനമായ നിരാശയും ഈ ക്രിമിനൽ ടെൻഡൻസിയും ഒക്കെ വരുന്നത്. പിന്നെ ഈ മാനസികമായിട്ട് തകരാറുള്ളവരാണ് ഈ സേറ്റൻ വർഷിപ്പിലേക്കൊക്കെ ആകർഷിക്കപ്പെടുന്നത്. അല്ലാതെ സാധാരണ എല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരാൾ ഇതിലേക്കൊന്നും പോകാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇയാൾക്ക് കഠിനമായ നിരാശ. ഒരുപാട് വർഷം ചൈനയിൽ പോയി മെഡിസിൻ പഠിച്ചുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല. പിന്നെ ഈ സിനിമ പഠിക്കുമ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത്. ഈ വളരെയധികം കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു ഫീൽഡിൽ ആക്ടറായിട്ടും മറ്റും ഒരു ചാൻസൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതൊക്കെ തിരിച്ചറിവുണ്ടാകുമ്പോൾ അവിടെ നിരാശയാണ്. പിന്നെ സ്ക്രിപ്റ്റ് എഴുതി ഏതെങ്കിലും പ്രൊഡ്യൂസറെ കൊണ്ട് അത് സിനിമ എടുപ്പിക്കുക എന്ന് പറയുന്നതും വളരെ ദുഷ്കരമായ ഒരു സംഗതിയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇയാൾക്ക് നിരാശ വരുന്നു. അങ്ങനെ ഇയാൾ സേറ്റൻ വർഷിപ്പുമായിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും സേറ്റൻ അതുകൊണ്ട് പ്രീതിപ്പെടും. അപ്പോൾ സേറ്റൻ നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചോളും എന്നൊക്കെയുള്ള ഒരു ന്യായീകരണം അദ്ദേഹത്തിന് തോന്നിക്കാണും. അപ്പോൾ ഈ കൊലപാതകത്തിൽ നമുക്കിനി ബ്ലാക്ക് മാജിക് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും സാത്താൻ സേവ എന്ന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. കാരണം ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു വലിയ അംബ്രലയാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. പക്ഷേ ഈ സാത്താൻ സേവ അല്ലെങ്കിൽ സേറ്റൻ വർഷിപ്പ് ഏത് ദിവസമാണ് ഇവർ നടത്തുന്നത്? വീക്ക്ലി. ഇപ്പോൾ ക്രിസ്ത്യാനികൾ സൺഡേ ആണ് പള്ളിയിൽ പോകും. ഇതും സൺഡേ തന്നെ ആയിരിക്കും. പക്ഷേ ഇവർ പള്ളിയിലുള്ളതിൻ്റെ നേരെ വിപരീതമാണ് എല്ലാം ചെയ്യുന്നത്. അതായത് ഈ ക്രിസ്ത്യാനിറ്റിയിലെ ഈ സെക്ഷുവൽ പ്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റാണ്, സെക്ഷുവൽ മൊറാലിറ്റി. അതുകൊണ്ട് ഇവർ ബ്ലാക്ക് മാസ് എന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ വസ്ത്രമില്ലാതെ കടത്തി ആ പെണ്ണിൻ്റെ പുറത്താണ് ഈ മാസ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം പെണ്ണുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടുക, ഇതൊക്കെയാണ് ഇവരുടെ ആചാരങ്ങൾ. പിന്നെ ആരെയും സ്നേഹിക്കാൻ പാടില്ല. സ്നേഹം എന്നുള്ളത് നിഷിദ്ധമാണ്. പക്ഷേ സെക്സ് ചെയ്യാം. ഇയാളുടെയും നാച്ചുറൽ ഇയാൾക്ക് ആരോടും അഫെയർ ഒന്നുമില്ല. അഫെയർ പാടില്ലെന്നാണ്, ആരോടും സ്നേഹം പാടില്ലെന്നാണ്. കാരണം സ്നേഹം, ആത്മാർത്ഥത ഇതൊക്കെ സാത്താന് നിഷിദ്ധമാണ്. ആരെയും ഉപദ്രവിക്കാം, കൊല്ലാം, എന്ത് വേണോ ചെയ്യാം. അതൊക്കെ സാത്താന് ഇഷ്ടമാണ് എന്നുള്ളതാണ് ഇവരുടെ ഫിലോസഫി. അതായത് നമ്മൾ സാധാരണ നന്മ എന്ന് പറയുന്നതൊന്നും പാടില്ല. അതിന് റിവേഴ്സായിട്ടുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ സാത്താൻ പെട്ടെന്ന് പ്രസാദിക്കും. അപ്പോൾ നമുക്ക് സുഖം കിട്ടാനുള്ള പണമോ സെക്സോ ഒക്കെ ഇഷ്ടം പോലെ സാത്താൻ നമുക്ക് തരും. അപ്പോൾ ഏത് പെണ്ണിനെ വിളിച്ചാലും വരും എന്നുള്ളതാണ് ഇവർ പഠിപ്പിക്കുന്നത്. അത് ഇവരുടെ കമ്മ്യൂണിറ്റി തന്നെ സ്ത്രീകൾ ഉണ്ടാവുമോ? ഉണ്ട്. ഫ്രീ സെക്സാണ്. അവരുടെ ഭാര്യ ഭർത്തൃ ബന്ധമോ അങ്ങനെ സെക്ഷുവൽ മൊറാലിറ്റി ഒന്നുമില്ല. മൊറാലിറ്റി പാടില്ല എന്നുള്ളതാണ്. ഇതിൽ ശരിക്കും ഇവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഗ്രന്ഥങ്ങളുണ്ടാവുമോ? ശരിക്കും അത് ബ്ലാക്ക് ബൈബിൾ എന്ന് പറഞ്ഞൊന്നുണ്ടെന്ന് പറയുന്നു. അത് സാധാരണ ബൈബിളിൻ്റെ നേരെ വിപരീതമാണ്. അല്ല, ഇപ്പോൾ ജയിലിലായിരിക്കുന്ന ഈ പ്രതി എപ്പോഴെങ്കിലും അയാൾക്ക് ഈ അച്ഛനെയാണ് കൊന്നതെന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതായത് ഇയാൾക്ക് ഇനി ഒരു മനോരോഗ വിദഗ്ധൻ്റെ സഹായം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമാണോ? സേറ്റനെ നമ്മൾ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ സേറ്റൻ നമ്മളെ നോക്കിക്കോളും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഇയാൾക്കുണ്ടാവും. ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഇയാൾക്കൊരു മനം മാറ്റം ഉണ്ടായിക്കൂടാകുകയില്ല. അങ്ങനെയുള്ള സമയത്ത് ഇയാൾ ഒരു പക്ഷേ കൗൺസിലിങ്ങിന് വിധേയനാക്കിയാൽ ചിലപ്പോൾ നോർമൽസിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. അതിനൊരു സമയം വേണ്ടി വരും. ചിലപ്പോൾ സമയം വേണ്ടി വരും. ഈ കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് ഇനി കോടതിയിലെത്തുമ്പോൾ ഈ പ്രതി കുറ്റം ഇനി മാറ്റി പറയാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട് കൂടുതലാണ്. അപ്പോൾ സേറ്റൻ രക്ഷിക്കുന്നില്ല എന്നുള്ള ഒരു ബോധോദയം എപ്പോഴാണ് അയാൾക്ക് ഉണ്ടാകുന്നത്, അപ്പോൾ അയാൾ ഇതൊക്കെ മാറ്റി പറഞ്ഞെന്ന് വരും. അതുതന്നെയാണ് ക്ലിയർ ജോസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ ജോർജ് മാത്യു സാറ് പങ്കുവച്ചിരിക്കുന്നത്. ഒരു ബ്ലാക്ക് മാജിക് എന്ന വാക്കിനപ്പുറം അതിൻ്റെ ഒരു വകഭേദമായിട്ട് സാത്താൻ സേവയിലേക്കുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് എന്നുള്ളതാണ്. കാരണം
മുറിക്കുള്ളിൽ കണ്ടിട്ടുള്ള വസ്തുക്കൾ പരിശോധിക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജോർജ് മാത്യു സാറ് നമ്മോട് പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.